ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട. കറുത്ത കൊടിയൊന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPM-കാരും DYFI-ക്കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആക്രമിച്ചു, ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തിയത്? 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചായിരുന്നു. 1 ലക്ഷം കൂടെ പോരും. ആരെങ്കിലും പുറത്തുവിട്ടോ? ആള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? എന്താ അതിന്റെ പേര്? 16 ക്യാമറ ഉണ്ടായിരുന്നു അവിടെ. 16 ക്യാമറ, 12 ചാനൽ ക്യാമറയും, 2-3 അല്ലാതെ മൊബൈൽ ക്യാമറകളും, RPF-ന്റെ CCTV ഉൾപ്പെടെ 16 ക്യാമറ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ദൃശ്യം എടുത്ത് പുറത്തുവിടാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്താ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. അപ്പൊ ഞങ്ങൾ ചോദിച്ചാണോ പ്രശ്നം? ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. ICU-ൽ തുടരണമെന്നാ പറഞ്ഞേ. കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാള് കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത എന്റെ അവസ്ഥ. ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം. എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റിയാണ്. എനിക്കെല്ലാമായി തൃപ്തിയായി. ശബരിമല അയ്യന്റെ സ്വർണം കട്ട കേസിൽ ഈ ലോകത്തെ ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണം കട്ട കേസിലെ പ്രതികളെ എന്തുകൊണ്ട് പാർട്ടി പുറത്താക്കിയില്ല?